ശ്രീ വിജി തമ്പി ആദ്യം അനുമതി നൽകുന്നു, പിന്നീട് അവസാന നിമിഷമാണ് അനുമതി നിഷേധിക്കുന്നത് എന്ന് മാത്രമല്ല, ഇതിന് ഉത്തരവാദപ്പെട്ടവർ ഇതിന്റെ സംഘാടക സമിതി വിളിക്കുമ്പോൾ ഫോൺ എടുക്കുകയോ അതിനൊരു കൃത്യമായ മറുപടി നൽകാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും നിരുത്തരവാദപരമായ ഒരു നടപടി എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ഒരുപക്ഷെ ദേവസ്വം ബോർഡിനെ ആരോ ഇത്തരം ഒരു നീക്കത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചു, അത് ആരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നതടക്കമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നമസ്കാരം, സ്വാമി ശരണം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നടപടി ശുദ്ധ തെമ്മാടിത്തരം എന്നേ പറയാൻ പറ്റൂ, അല്ലാതെ മറ്റൊരു പദം അതിന് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദേവൻ്റെ നന്മയ്ക്ക് വേണ്ടി, ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുമാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ദേവസ്വം ബോർഡിനൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡുകളുടെ ആദ്യ ദേവസ്വം ബോർഡെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റായത് സാക്ഷാൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ്. അത്തരം മഹത്തായ വ്യക്തികൾ ഇരുന്ന സ്ഥാനത്താണ് ഇന്ന് രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയക്കാരുടെ നോമിനികളെ കുത്തിക്കയറ്റുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായാലും അല്ലെങ്കിൽ അവിടുത്തെ മെമ്പർമാരായാലും അവരെ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്? ആ ക്ഷേത്രം നന്നാക്കുക, വരുന്ന ഭക്തർക്ക് സൗകര്യം ഒരുക്കുക, അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഗമനിക്കുക, ഇത്തരം കാര്യങ്ങളിലും നോക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയത്തിനും ഭരണത്തിനും മന്ത്രിസഭയ്ക്കും കൊടി പിടിക്കേണ്ട ജോലിയാണോ അവർ ചെയ്യേണ്ടത്? അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ക്ഷേത്രവിശ്വാസികളല്ലാത്ത ഈശ്വരവിശ്വാസികളല്ലാത്തവരെ ദേവസ്വം ബോർഡിൽ കയറ്റുന്നതാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ഇത്രയും വലിയ അപജയത്തിന് കാരണം. ഇതൊരു മഹത്തായ ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് ആ വടക്കുംനാഥൻ്റെ സന്നിധിയിൽ നടക്കേണ്ടിയിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, വടക്കുംനാഥൻ്റെ പൂർണ്ണമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ തേക്കിൻകാട് മൈതാനത്ത് എന്തെല്ലാം വൃത്തികേടുകൾക്കാണ് അവിടെ അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത്? ഇതിനു മുമ്പ് പാട്ടും കൂത്തും ഡാൻസും പല പല രാഷ്ട്രീയ പരിപാടികളും എന്തെല്ലാം പരിപാടികൾ നടന്നിട്ടുണ്ട്. അതിനെല്ലാം ഒരു പ്രശ്നവുമില്ല ഇവിടെ. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഒരു 50-60 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ശങ്കരാചാര്യരുടെ ജന്മനാടായ ഈ കേരളത്തിന്, അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടിന് ഒരു അഖാഡയുടെ മണ്ഡലേശ്വര പദവി ലഭിക്കുന്നത്. അതായത് പ്രത്യേകിച്ചും ജൂന അഖാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 13 അഖാഡകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും സന്യാസിമാരുള്ളതുമായ ഒരു അഖാഡയാണ് ജൂന അഖാഡ. ആ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ടാണ് ശ്രീ ആനന്ദവനം ഭാരതി സ്വാമിയാർ തിരഞ്ഞെടുക്കപ്പെട്ടത്, അതും ഈ കുംഭമേളയിൽ വെച്ച്. അപ്പോൾ കുംഭമേളയിൽ എനിക്ക് തോന്നുന്നു, കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ കാര്യത്തിലും കേരളത്തിൽ നിന്ന് വന്നവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് സ്വാമിയോട് ഒരുക്കി കൊടുത്തത്. അവിടെ സ്വാമിയുടെ ശിബിരത്തിലായാലും മറ്റ് ശിബിരങ്ങളിലായാലും എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ചും കേരളത്തിൽ വന്നവരോടുള്ളൊരു പ്രത്യേക ആദരവ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. മിക്കവാറും കേരളത്തിൽ ചെന്നവരെല്ലാം തന്നെ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അദ്ദേഹം എത്രയോ കാലമായി നമ്മുടെ കേരളത്തിൻ്റെ ഒരു വികസനത്തിനും കേരളത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആത്മീയ അന്തരീക്ഷത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. ഞാനും അദ്ദേഹമായിട്ട് കുറേ കാലമായിട്ട് പല പല കാര്യങ്ങളിലും ഇടപഴകി അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല പല കാര്യങ്ങളിലും അദ്ദേഹമായിട്ട് ഇടപഴകി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പരപ്പൂരമ്മ എന്ന് പറയുന്ന നമ്മുടെ ഒരു വലിയ സന്യാസിനി അമ്മയുടെ 100ാമത് ജന്മശതാബ്ദിക്കാണ്. ആ സമയത്താണ് അദ്ദേഹം ഭാരതമൊട്ടുക്ക് സഞ്ചരിച്ച് ഭാരതത്തിലെ എല്ലാ പുണ്യതീർത്ഥങ്ങളിൽ നിന്നും 1008 തീർത്ഥക്കുടങ്ങൾ നിറച്ച് ഓരോ തീർത്ഥത്തിൽ നിന്നും എടുത്ത് അദ്ദേഹം തൃശ്ശൂർ കൊണ്ടുവന്നു. ആ പരപ്പൂര് ആ അമ്മയുടെ ജന്മശതാബ്ദിക്ക് അവിടെ അഭിഷേകം ചെയ്തു. അപ്പോൾ അതുപോലെ ഒരുപാട് ഹൈന്ദവ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹത്തിന് ഈശ്വരാനുഗ്രഹം കൊണ്ടും ഈ കേരളീയരുടെ ഭാഗ്യം കൊണ്ടും ലഭിച്ചൊരു പദവിയാണ് ഈ മഹാമണ്ഡലേശ്വർ എന്നുള്ള പദവി. നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ചും ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ, എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് കേരളത്തിൽ നിന്നും 60 വർഷങ്ങൾക്ക് മുമ്പാണ് പലരും അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ടുള്ളത്. അതും ജൂന അഖാഡയിൽ ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ജൂന അഖാഡയാണ് കേരളത്തിലെ, ലോകത്തിലെ, ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഖാഡ. ഈ ജൂന അഖാഡയ്ക്കായിരുന്നു ഇത്തവണ കുംഭമേളയുടെ പൂർണ്ണ ഉത്തരവാദിത്വം. അവരുടെ കീഴിലാണ് മറ്റ് അഖാഡകളും മറ്റ് സന്യാസിമാരും മറ്റ് ഹൈന്ദവ പ്രവർത്തകരും എല്ലാം പ്രവർത്തിച്ചത്. അത്ര വലിയൊരു ആളിനെ അദ്ദേഹത്തിന് കേരളത്തിൽ വരുമ്പോൾ അഭിമാന പുരസ്സരം നമ്മൾ പലരെയും, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ആൾക്കാരും, ഈ ഭരണകർത്താക്കൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുകയാണ് ചെയ്യേണ്ടത്. പോട്ടെ, ഭരണകർത്താക്കളുടെ കാര്യം വിടാം, കാരണം അവർ നിരീശ്വരവാദികളാണ്, ഈശ്വര വിശ്വാസികളല്ല, അവർ വിടാം. പക്ഷേ ദേവസ്വം ബോർഡിലുള്ളവർ, പ്രത്യേകിച്ചും തൃശ്ശൂർ, അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് തൃശ്ശൂർ, അവിടെ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുന്നിൽ നിൽക്കേണ്ടത് ദേവസ്വത്തിൻ്റെ പ്രതിനിധികളായിരുന്നു. പക്ഷേ അവർ ചെയ്തതോ ഏറ്റവും വലിയ നിന്ന, ഈശ്വര നിന്ന, അല്ലെങ്കിൽ ഒരു സന്യാസി സമൂഹത്തോടുള്ള നിന്നയാണ് അവർ ചെയ്തത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ
ഇതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമായിരിക്കില്ല, ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമായിരിക്കും. കാരണം ഈ വ്യക്തി പണ്ട് CPMൻ്റെ വലിയൊരു പ്രവർത്തകനായിരുന്നു, അദ്ദേഹം ഒരു ജേർണലിസ്റ്റായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് ആത്മീയത തേടിയാണ് അദ്ദേഹം ഹിമാലയ സാനുക്കളിലേക്ക് പോയത്. അവിടെ നിന്നാണ് അദ്ദേഹം അഖാഡയിലെത്തിയത്, നാഗസന്യാസിയായി മാറിയത്. അവിടെ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ മഹാമണ്ഡലേശ്വർ എന്ന ഈ വലിയ പദവിയിലേക്ക് എത്തിയത്. ഞാനും അദ്ദേഹമായിട്ട് ഇടയ്ക്ക് സംസാരിച്ചിരുന്നു കേരളത്തിൽ അഖാഡകൾ ആരംഭിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച്. അദ്ദേഹം ഇന്നും 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹം സംസാരിച്ചതാണ്. കാര്യം ഇവിടെ സന്യാസി സമൂഹത്തെ ഒന്നിച്ചു നിർത്താൻ അഖാഡകൾക്ക് കഴിയും. അങ്ങനെ ഒരു അഖാഡയുടെ സ്വപ്നം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്നും അവശേഷിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പദവി അനുസരിച്ച് അദ്ദേഹത്തിന് അത് പ്രാവർത്തികമാക്കാൻ കഴിയും. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്രയും ഒരു മോശമായ അനുഭവം, ആദ്യ അനുഭവം, അദ്ദേഹം കേരളത്തിൽ കാലുകുത്തി ഇങ്ങനൊരു പദവി ഏറ്റെടുത്തിട്ട് കാലുകുത്തി കഴിഞ്ഞപ്പോഴുള്ള ആദ്യത്തെ അനുഭവം അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മനാട്ടിൽ, അത് തീരെ മോശമായിപ്പോയി. അത് കാണിച്ച ദേവസ്വം ബോർഡ് വളരെ നീചമായ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൽ യഥാർത്ഥം പറഞ്ഞാൽ ദേവസ്വം ബോർഡിലെ പ്രസിഡൻറ്റും അതിലെ മെമ്പർമാരും അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതൊരു വർഷം ഈ ദേവസ്വം ബോർഡിനെ അംഗീകരിക്കരുത്. കാര്യം ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ്? ഭക്തജനങ്ങളില്ലെങ്കിൽ എന്ത് ദേവസ്വം ബോർഡ്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഭക്തജനങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പോയി പണം വാരി എറിയരുതേ എന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണത്തിൽ മാത്രമാണ് ഇവർക്ക് കണ്ണ്. ഇവർക്ക് ദൈവത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ വരുന്ന ആ ഹൈന്ദവ വിശ്വാസികളായ ഈശ്വര ഭക്തരെക്കുറിച്ചോ അല്ല ചിന്ത. അവിടെ വരുന്ന പണം. ഈ പണമാണ് ഇവരെ ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്നത്. ഈ പണമില്ലാതായാൽ ഇവർ ഈ ദേവസ്വം ബോർഡ് ഉപേക്ഷിച്ച് പോവും. അപ്പോൾ യഥാർത്ഥ ഹിന്ദുക്കൾക്ക്, യഥാർത്ഥ ഈശ്വര ഭക്തർക്ക് ആ ദേവസ്വം ബോർഡ് ലഭിക്കുകയും ചെയ്യും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ദിവസവും നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് കടക്കൽ ക്ഷേത്രത്തിൽ പാർട്ടി പരിപാടി ക്ഷേത്രത്തിനകത്ത് നടത്തിയിരിക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ, ഇത്രയും ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഇവിടെ എത്തുന്ന സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ ബൂട്ടിട്ടുകൊണ്ട് പോലീസുകാർ നാലമ്പലത്തിനകത്ത് കയറിയിരിക്കുന്നു. അതും വലിയ ബലിക്കൽ പുരയിലാണ് അവർ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പല രീതിയിൽ മ്യൂസിയങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകുന്ന പാർക്കുകളോ ആണോ? ഒരു പുരാതനമായ ക്ഷേത്രങ്ങളാണ് പലതും. അപ്പോൾ ആ ക്ഷേത്രങ്ങളുടെ ചൈതന്യം, ആ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്ന ഈശ്വരൻ്റെ ആ ശക്തി, അത് മനസ്സിലാക്കി അവിടെ പ്രാർത്ഥനയോടെ അവിടെ അവരവരുടെ ആ മനസ്സിലെ വേവലാതികൾ തീർക്കാൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയാനെത്തുന്ന ആ ഭക്തജനങ്ങളെ ഇവർ വളരെ മോശമായ രീതിയിൽ അവരെ എളുപ്പരാക്കുകയല്ലേ ചെയ്യുന്ന ഈ ദേവസ്വം ബോർഡ്. ഇതിനൊരു അറുതി വരണ്ടേ? ഇതിന് അറുതി വരുത്താൻ ഇനിയെങ്കിലും ഹിന്ദു സമാജം തയ്യാറാവണം. ഞാൻ പറയുന്നത്, നിങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പോവുക, ദർശനം നടത്തുക, തിരിച്ചു വരിക. ദയവ് ചെയ്ത് പണം വാരി അവിടെ ഇടാതിരിക്കുക. അതിന് മാത്രമാണ് ഇവരുടെ കണ്ണ്. അതിൽ നമ്മൾ ജാഗ്രത കാണിച്ചാൽ തീർച്ചയായും ഈ ക്ഷേത്രങ്ങളെല്ലാം യഥാർത്ഥ ഹിന്ദുവിൻ്റെ കയ്യിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും.